വാ പോ. ഫോണിലൂടെ ഞങ്ങള് പറഞ്ഞല്ലോ, ഞങ്ങള് വരില്ല. മമ്മി വിടുകയില്ല. മമ്മി വേണ്ട, മമ്മി വരില്ല. ഡാഡി മാപ്പ് പറഞ്ഞാലേ മമ്മി വരൂ. ഒന്ന് വരുന്നുണ്ടോ ഇങ്ങോട്ട്? അതോ ഞാൻ അകത്തേക്ക് വരണോ? മാപ്പ് പറ, അപ്പ വരും. ശരി, ഞാൻ മാപ്പ് പറഞ്ഞിരിക്കുന്നു. തോറ്റു. ഇപ്പൊ ഡാഡി ശരിക്കും തോറ്റു. ഇത്രയും ഉണ്ടായിരുന്നുള്ള കാര്യം. ഒരു ചെറിയ മാപ്പ്, ചിന്ന മാപ്പ്, ചിന്ന ചിന്ന മാപ്പ്. അതിന് ഈ കുഞ്ഞു കുട്ടികളെ ഇത്രയും ബുദ്ധിമുട്ടിക്കണമായിരുന്നോ ഈ ഡാഡി? പാവങ്ങള്. സ്വന്തം മമ്മിക്ക് വേണ്ടി ഇവരെത്ര കൊതിച്ചു, എത്ര കഷ്ടപ്പെട്ടു, എത്ര സഹിച്ചു. ഇവരുടെ മനസ്സിലെ ആശകളെ പറ്റി ചിന്ന ആശ, ചിന്ന ചിന്ന ആശ. ആ ആശകളെ പറ്റി ഈ ഡാഡി വല്ലതും അറിയുന്നുണ്ടായിരുന്നോ? അവരുടെ ആശകളും സ്വപ്നങ്ങളും ഒക്കെ എന്നെ പോലെ അറിയുന്നവർ വേറെ ആരാ? വേറെ ആരുമില്ല. ഇല്ല. അപ്പൊ മമ്മിക്കോ? മമ്മി. ശരി പാപ്പ. മമ്മി കണ്ടോ കണ്ടോ, മമ്മിയെ പറ്റി പറയുമ്പോഴുള്ള ദേഷ്യം കണ്ടോ? അനു പാപ്പ. ഇല്ല, ഞങ്ങൾ വരില്ല. കളി കുറച്ച് കൂടുന്നുണ്ട്, വരാനല്ലേ പറഞ്ഞത്? വാ പോ. ഇല്ല, ഇന്ന് ഞങ്ങൾ മമ്മിയുടെ കൂടെയാ. വരാനല്ലേ പറഞ്ഞത്? മമ്മിയെ പറ്റി എന്തൊക്കെയാ കുട്ടികളോട് പറഞ്ഞു വെച്ചിരിക്കുന്നേ? മമ്മി ദുഷ്ടയാണ്, സ്നേഹം പുറത്തേ ഉള്ളൂ, അകത്തില്ല, കോപം വന്നാ കടിച്ചു കീറാൻ വരും. ചെ അതൊക്കെ പോരാഞ്ഞു വല്ലാത്തൊരു വാശിയും. എന്തൊക്കെയാണേലും ഡാഡി മമ്മിയുടെ അടുത്തേക്ക് വരില്ല, മമ്മി വേണേ ഇങ്ങോട്ട് വരട്ടെ. ഇത്രയൊക്കെ അഹങ്കാരം വേണമായിരുന്നോ ഒരു പാവം മമ്മിയോട്? അവസാനം തോറ്റതാരാ? ഞാൻ. അങ്ങനെ തോറ്റു തൊപ്പിയിട്ട് ഡാഡി പിള്ളേരെയും കൊണ്ട് പോയി. അവിടെ കഥ തീർന്നു. വാ. ഇല്ല, ഞങ്ങൾ വരില്ല. വരാനാ പറഞ്ഞത്? വരില്ല, ഞങ്ങൾ വരില്ല. വരാനല്ലേ പറഞ്ഞത്? വരില്ല. ഇനി അവരെ വേദനിപ്പിക്കണ്ട, പറയുന്നത് കേക്ക്. എന്തിനാ ഈ ടെൻഷനും ദേഷ്യമൊക്കെ? സമാധാനം ഉണ്ടാക്കാം. ഇന്ന് മമ്മിയുടെ കൂടെ നിന്നാ മതി. വാ, ഇന്നൊരു ദിവസം ഇവിടെ നിന്നു വെച്ച് ഈ മമ്മി കുട്ടികളെ കടിച്ചു തിന്നാനൊന്നും പോകുന്നില്ല. ഇത് ലവ് ഷോറാ. ലവ് ഷോർ എന്ന് വെച്ചാ സ്നേഹതീരം. ഈ തീരത്തുനിന്ന് എത്ര സ്നേഹം വേണേലും വാരിയെടുക്കാം കുട്ടികൾക്ക്. എന്താ ഉറക്കം വരുന്നോ? ഡാഡിയോട് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് ഉറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ് ഡാഡി. ഗുഡ് നൈറ്റ്. കുടിക്കാൻ എന്താ വേണ്ടത്? രാത്രി 7:30 കഴിഞ്ഞാ പിന്നെ ചായ കുടിക്കില്ലല്ലോ. അയ്യടാ, അതൊന്നും മറന്നിട്ടില്ലല്ലേ? എനിക്ക് മറക്കാൻ പറ്റുമോ അതൊക്കെ? ആഹാ, എന്തൊരു ഓർമ്മ, എന്തൊരു സ്നേഹം. താങ്ക് യു. ഇഷ്ടമുള്ള നല്ല ഒന്നാന്തര സോപ്പ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വരുമ്പോ തരാൻ. കുടിച്ചു നോക്ക്. പഴയ രുചിയൊന്നും കാണില്ല ചിലപ്പോ. ഏയ്, അങ്ങനൊന്നുമില്ല. ഇനിയിപ്പോ രുചി കൂടാനാണ് ചാൻസ്. ഉറങ്ങിക്കോളൂ. ആരാണ് നീ? പറ, ആരാണ് നീ? പേടിച്ചു പോയോ? അതിന്റെ കാര്യമൊന്നുമില്ല. ഇതൊരു ഡ്രാമയല്ലേ, ഇന്നൊരു ദിവസത്തേക്ക് മാത്രമുള്ള വെറും ഒരു ഡ്രാമ, ഒരു ചിന്ന ഡ്രാമ, ചിന്ന ചിന്ന ഡ്രാമ. ചോദിച്ചതിന് ഉത്തരം പറ, ആരാണ് നീ? ദേഷ്യം വേണ്ട, ഒച്ചയും വേണ്ട, കുട്ടികൾ ഉണരും. എന്റെ പേര് ഹേമ. നിങ്ങളെ കുറിച്ച് അധികം ഒന്നും ഞാൻ ചോദിക്കില്ല, അതുകൊണ്ട് എന്നെ കുറിച്ച് നിങ്ങളും ഒന്നും ചോദിക്കരുത്. നമുക്ക് സംസാരിക്കാൻ രണ്ട് നല്ല വിഷയങ്ങളുണ്ടല്ലോ. സുധിയാനു, ഞാൻ കുറെ ആഴ്ചകളായി ഇവിടെ ലാൽബാഗിൽ തന്നെ ചുറ്റിക്കറങ്ങായിരുന്നു. 4 ദിവസം മുമ്പാ ശ്രദ്ധിച്ചത് 2 കുട്ടികൾ എന്റെ പിന്നാലെ ചുറ്റിക്കറങ്ങുന്നുണ്ടെന്ന്. ഞാൻ ശ്രദ്ധിക്കുമ്പോഴൊക്കെ അവരൊറ്റ ഓട്ടമാ. ഇന്ന് പതിയിരുന്ന് ഞാൻ അവരങ്ങ് പിടിച്ചു. കാര്യം അന്വേഷിച്ചപ്പോ പെട്ടെന്ന് അവരൊരു ചോദ്യം, ഞങ്ങളുടെ മമ്മിയല്ലേ എന്ന്. എനിക്കെന്തോ ഏതാണ്ട് കയറി ഇവിടെ തട്ടി ആകപ്പാടെ എന്തോ പോലെയായി. അറിയാതെ ഞാനങ്ങ് മറുപടിയും പറഞ്ഞുപോയി. ആണല്ലോ, എങ്ങനെ മനസ്സിലായി? അപ്പോഴല്ലേ കാര്യങ്ങൾ അറിയുന്നത്. ഡാഡി പറഞ്ഞു കൊടുത്ത മമ്മിയുടെ എന്തൊക്കെയോ ചായ എനിക്കും ഉണ്ടെന്ന് പല പ്രാവശ്യം പറയണമെന്ന് ആഗ്രഹിച്ചു. അല്ല, നിങ്ങൾക്ക് തെറ്റുപറ്റി, ഞാൻ നിങ്ങളുടെ മമ്മിയല്ലാന്ന്. പക്ഷെ എന്തോ പറയാൻ കഴിഞ്ഞില്ല. പിന്നെ വർത്താനായി. എല്ലാം അവര് പറഞ്ഞു, എല്ലാം ഞാൻ അറിഞ്ഞപ്പോ സത്യം മനസ്സുകൊണ്ട് അവരോട് അടുപ്പമായി, ഇഷ്ടമായി. അപ്പൊ തോന്നി ഈ കുഞ്ഞുങ്ങളെ അവരുടെ അമ്മയിലേക്ക് എത്തിക്കാൻ പറ്റിയ അതുപോലൊരു സൗഭാഗ്യം എനിക്ക് ഉണ്ടാവാനില്ലാന്ന്. അങ്ങനെയാണ് ഈ ഡാഡിയെ എന്റെ സ്നേഹതീരത്തിലൊന്ന് എത്തിക്കാൻ ഞാനൊരു ചിന്ന ചിന്ന ഡ്രാമ ആടിയത്. പക്ഷെ ഡാഡി എന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതിയത് ഒരു വലിയൊരു അച്ഛൻ, ഫാദർ ലൈക്ക് പേഴ്സൺ എന്നാണ്. എത്ര ഹാൻസം ആണെന്ന് ഞാൻ വിചാരിച്ചില്ല. സത്യത്തിൽ നേരിൽ കണ്ടപ്പോ ഞാൻ പോലും ഒന്ന് വല്ലാണ്ടായി. ഞാൻ പോലും? അതെന്താ ഞാൻ പോലും? എന്താ കുഴപ്പം? ഞാൻ മിടിക്കല്ലേ, കാണാൻ നല്ല ചന്തമുള്ള, ആരും മോഹിച്ചു പോകുന്ന. വേണ്ട, അധികം നിങ്ങളിപ്പൊന്നും വേണ്ട.
എനിക്ക് വേണമെങ്കിൽ 5 നിമിഷത്തിനകം നിന്നെ പോലീസ് ലോക്കപ്പിലേക്ക് തള്ളിവിടാം. ജീവിതത്തിൽ ഒരിക്കലും താങ്ങാനാവാത്ത വിധത്തിലുള്ള നിയമ നടപടികൾ നിനക്കെതിരെ എടുക്കാം. ചതിക്ക്, ആൾമാറാട്ടത്തിന്, ബ്ലാക്ക് മെയിലിങ്ങിന്. കണ്ണോ നിനക്ക്? എന്തുദ്ദേശത്തിലാണ് നീ ചെയ്തതെന്ന് എനിക്കറിയില്ല. എന്തായാലും എന്നോടും എന്റെ കുട്ടികളോടും നീ ചെയ്തത് ദ്രോഹമായി പോയി. വല്ലാത്തൊരു ദ്രോഹം. നിങ്ങളെല്ലാവരും ഒന്ന് കൂട്ടിച്ചേർക്കുക. ആ ഒരു ദ്രോഹം ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അവരുടെ മമ്മിയുടെ അഡ്രസ് എനിക്ക് താ, അല്ലെങ്കിൽ വേണ്ട ഫോൺ നമ്പർ താ. ഞാൻ ഇപ്പൊ ഇവിടെ വരുത്തിച്ചേരാം. എല്ലാ പ്രശ്നങ്ങളും ഞാൻ തീർത്തുതരാം. That's none of your business. Who are you to interfere in my personal affairs? സുധി എഴുന്നേക്ക്. വാമനെ വരല്ലേ, വാമനെ വാ. അനു കരയല്ലേ, വാ എഴുന്നേക്ക്. പറയുന്നത് കേൾക്കാനു. സുധി അവരെ നിർബന്ധിച്ചെടുത്തോണ്ട് പോകാൻ എനിക്കാവില്ല. അവരുടെ മനസ്സിനെ നോവിക്കാനും എനിക്കാവില്ല. അതുകൊണ്ട് ഒരു പരിചയമില്ലാത്ത ഈ വീട്ടില്, ഒരു പരിചയമില്ലാത്ത നിന്റെ അരികില് ഞാൻ എന്റെ കുട്ടികളെ വിട്ടിട്ട് പോവാണ്. നാളെ രാവിലെ ഞാൻ വരും. എന്റെ കുഞ്ഞുങ്ങളെ എനിക്ക് തിരിച്ചു വേണം. അവർക്കൊരു ദുഃഖവും ഉണ്ടാകാതെ പഴയതുപോലെ കളിച്ചു ചിരിച്ച് എല്ലാം മനസ്സിലാക്കി എല്ലാം സമ്മതിച്ച് സന്തോഷത്തോടെ അവരെന്നോടൊപ്പം വരണം. നീ അവരോട് ചെയ്ത ദ്രോഹം നീ തന്നെ ഇല്ലാതാക്കണം. വർത്തമാനങ്ങളിൽ നിന്ന് ഒരുപാട് ഞാൻ കേട്ടു. നാളെ അതും കേൾക്കരുത്. സത്യമായിട്ട് ഞാൻ അവരോട് ചെയ്തത് ദ്രോഹായോ? അതെ, അല്ലാതെ തന്നെ ഒരുപാട് ചതിക്കപ്പെട്ടു പോയവരാണ് എന്റെ കുട്ടികൾ. ഇനി നിന്റെ ചതി കൂടെ വേണ്ട. ക്ലിയർ ഇറ്റ് പ്രോപ്പർലി. പോലെ ഒറ്റിക്കള്ളൻ മുത്തി നിന്നെ കാട്ടിയപ്പോ ഉത്തമനാം നിന്നെ നീചർ പിടിച്ചോ പുത്ര. കുര്യാക്കോസേ, ഞാൻ ഒരുങ്ങുകയാണ് അമ്മച്ചി. ഒരു കണക്കിന് പറഞ്ഞ അന്ന് ആ പെണ്ണ് കാണാൻ നന്നായി. ആകെപ്പാടെ ആ പെണ്ണിനുള്ള എന്താ? പേരിന്റെ ഒടുവിലെ ബി എഡ് എന്ന് 3 അക്ഷരം. ഇപ്പോഴത്തെ പെണ്ണ് അതുവല്ലോ ആണോ? 4 ഏക്കർ റബ്ബർ തോട്ടം, 60 മോഡൽ ബെൻസ് ലോറിയുടെ 3 ഓഹരികളുടെ ഒരു ഓഹരി, കൂടാതെ റേഷൻ കട പെണ്ണിന്റെ പേരിലും. ഏതായാലും കുറവലങ്ങാടുന്നൊരു പെണ്ണ്, അതായിരുന്നു കുര്യാക്കോസിന്റെ യോഗം. ഇങ്ങോട്ട് വന്നേ. ഇപ്പൊ കല്യാണം വേണ്ടാന്ന് പറഞ്ഞു നിൽക്കുകയായിരുന്നു. അമ്മച്ചിയുടെ നിർബന്ധം കൂടിയപ്പോ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രായം അതൊന്നും അവർക്ക് പ്രശ്നമേ അല്ല. നല്ല ഫലഭൂയിഷ്ടമായ ശരീരമാണ് കുര്യാക്കോസിന്റെതെന്ന പെണ്ണിന്റെ അപ്പന്റെ അഭിപ്രായം. അതിന് പെണ്ണിന്റെ അപ്പൻ എന്നെ കണ്ടിട്ടുണ്ടാ? എന്തിനാ കാണണേ? കുര്യാക്കോസ് എന്ന പേര് കേട്ടാ തന്നെ അറിയില്ലേ നല്ല ഫലഭൂയിഷ്ടമായ ശരീരമാണെന്ന്. ആ കയ്യൊന്ന് പൊക്കി. പിന്നെ ഒറ്റ നിർബന്ധമേ അവർക്കുള്ളൂ, കല്യാണം ഈ മാസം തന്നെ നടത്തണം. ഇത്രയല്ലേ ഉള്ളൂ. ഇന്ന് പെണ്ണ് കാണല്, നാളെയോ മറ്റന്നാളോ മനസ്സ് ചോദ്യം, ഈ ആഴ്ചയിലോ അടുത്ത ആഴ്ചയിലോ കല്യാണം. എന്താത്? ആരാത്? ഫോൺ വല്ലതും പറഞ്ഞോ? ഒന്ന് അട്ടിച്ചു തിന്നു. എന്നാ നമുക്ക് വേഗം പോയിട്ട് വരാം. ഞാൻ ഇറങ്ങാണ് അമ്മച്ചി. ഇതെന്താ ഇങ്ങനെ? നല്ല ശുഭ ലക്ഷണ. വേണ്ട, ഒരു ശുഭവും വേണ്ട, വേഗം പോവാ. അയ്യോ, അപ്പൊ അതിനോട് സംസാരിക്കണ്ടേ? വേണ്ടാതെ അങ്ങനെ അടിച്ചോട്ടെ, പാവം. അത് മോശമല്ലേ? നല്ലൊരു കാര്യത്തിൽ ഇറങ്ങുമ്പോ ആരെയും അവഗണിക്കാൻ പാടില്ല. ഇപ്പൊ നല്ലൊരു ശുഭവാർത്തയായിട്ടാണ് ആരെങ്കിലും വിളിക്കുന്നതെങ്കിലോ? ആണോ? പിന്നെ ഹലോ. എടോ, കുട്ടികളെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കണം. ശിവരാമേട്ടൻ ടിക്കറ്റുമായിട്ട് എയർപോർട്ടിൽ കാത്തു നിൽക്കുന്നുണ്ട്. താൻ ഉടനെ പുറപ്പെട്ടിഞ്ഞ് വന്നാൽ വൈകുന്നേരം കുട്ടികളുമായിട്ട് തിരിച്ചു പോവാം. സമയം കളയണ്ട. ഞാനേ അത്യാവശ്യമായിട്ടൊരു ഇത് തന്നെയാണോ ഏറ്റവും വലിയ അത്യാവശ്യം? താൻ ഉടനെ പുറപ്പെടും. എന്താ? ശുഭവാർത്തയാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ശുഭവാർത്തയാണെന്ന്. എന്താ വാർത്ത? കുറവലങ്ങാട്ട പെണ്ണ് കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു. എന്താ ഈ ശുഭവാർത്ത കേട്ടിട്ട് നിങ്ങൾക്കാർക്കും ചിരി വരുന്നില്ലേ?
വല്ല കല്യാണ മുടക്കളും ഉണ്ടാക്കിയ കഥയായിരിക്കും. അതെ, കല്യാണം മുടക്കി തന്നെ, അസല് കല്യാണം മുടക്കി. ഓ, ഒരു ഊണ് കൂടി നഷ്ടം. കുട്ടികൾ ഉടനെ ഇങ്ങ് എത്തും. അവരെ ഞാൻ ഇന്ന് തന്നെ തിരിച്ചയക്കാൻ. കൊണ്ടുപോകാനായിട്ട് കുര്യാക്കോസ് വരും. അതുവരെ അവർ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല, ആർക്കും ഫോൺ ചെയ്യാനും പാടില്ല. മനസ്സിലായല്ലോ? ഓ, ഞാൻ എന്താ ഇന്നലെ നിന്നോട് പറഞ്ഞത്? ഒക്കെ പറഞ്ഞതല്ലേ നല്ല മര്യാദയുടെ ഭാഷയില്. പിന്നെന്താ നിനക്കോ? പറ. ഞാനും ആ കുട്ടികളും നിന്നോട് എന്ത് തെറ്റി ചെയ്താ നീ ഇങ്ങനെ? എന്താ ഈ നാടകത്തിന്റെ അർത്ഥം? ആരൊക്കെ നിന്റെ പിന്നില്? എത്ര നിനക്ക് വേണ്ടത്? പറ. ഇല്ല, നിന്നെ ഞാൻ വിടില്ല. കണക്ക് തീർത്തിട്ടുള്ളൂ ബാക്കി കാര്യം. പറ. കുട്ടികൾ അറിഞ്ഞോട്ടെ, എല്ലാവരും അറിഞ്ഞോട്ടെ. നിന്നെ കുറിച്ച് സത്യം ഞാൻ പറയിപ്പിക്കും. പ്ലീസ്, ഞാനത് പറയട്ടെ. എനിക്ക് തെറ്റ് പറ്റി, സത്യം ഇത്രത്തോളം ആവുമെന്ന് ഞാനും വിചാരിച്ചില്ല. പ്ലീസ് വിടൂ. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല, അറിയോ? ഒന്നുറങ്ങി വരുമ്പോ ആരെങ്കിലും ഒരാൾ മമ്മിന്ന് വിളിച്ചുണർത്തും. രണ്ടുപേരും എന്റെ ദേഹത്തോട് കൂടുതൽ ഒട്ടിയതല്ലാതെ അകന്ന് കിടന്നിട്ടേ ഇല്ല. രാവിലെ അവർ ഉണർന്നപ്പോ അവരുടെ മുഖത്ത് ചിരിയും സന്തോഷവും കണ്ടപ്പോ എനിക്കൊന്നും പറയാൻ തോന്നിയില്ല. പക്ഷെ ഇപ്പൊ പറയാം, ഈ നിമിഷം പറയാം. നിങ്ങളുടെ അമ്മയെ വീണ്ടെടുക്കാൻ ഒന്ന് ശ്രമിച്ചതാണ്, അത് നടന്നില്ല, നടക്കില്ലെന്ന് പറയാം. വാ, നിങ്ങളും വാ, നിങ്ങളുടെ മുമ്പിൽ വെച്ച് എന്നെ പറയാം. എന്നിട്ട് പൊയ്ക്കോന്ന് പറഞ്ഞ് കാറിലോട്ട് വലിച്ചിട്ട് തരാം. പോകാൻ നേരത്ത് ഇങ്ങനൊരു അച്ഛന്റെ മക്കളായതിൽ അവരോട് സഹതാപം ഉണ്ടെന്നും പറയാം. പറയട്ടെ? ഒക്കെ പറയണം. നീ പറഞ്ഞ തീരൂ. അതിനു മുമ്പ് ഇങ്ങനെയൊക്കെ ചെയ്തതിന്റെ ശിക്ഷ നീ അനുഭവിക്കാം. ഡാഡി, ഡാഡി, അവിടെ എന്ത് ചെയ്യാ ഡാഡി? ഡാഡി, ഞാൻ വരുന്നു അനു, അകത്ത് പോയിരിക്കേ. എന്താ ചെയ്യാ അവിടെ? അകത്ത് പോയിക്കോളൂ, ഞാൻ വരാം. വാ, പോകാം. സോറി, ഐ എം സോറി. ഞാൻ ചെയ്തത് തെറ്റാ, അതെനിക്ക് ഉറപ്പായി. പക്ഷെ തിരുത്താൻ എനിക്കാവില്ല. ഇനി ചെയ്യാവുന്നതൊന്നേ ഉള്ളൂ. ആ മമ്മി ഒന്ന് വിളിച്ചോണ്ട് വാ. ഏയ്, അത് നടക്കില്ല. ദയവ് ഇത് എന്നെ ഇതിൽ നിന്നൊന്ന് രക്ഷിക്ക്. എങ്ങനെയെങ്കിലും അവരെ എനിക്കൊന്ന് പരിചയപ്പെടുത്തിത്താ. ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം. പ്ലീസ്. സ്റ്റോപ്പ് ഇറ്റ്. എന്നെ സംബന്ധിച്ചിടത്തോളം അവൾ എന്നേ മരണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഒരു ചിന്ത പോലും ബാക്കിയില്ല. കുട്ടികൾക്കും അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ ഇപ്പൊ നീ അവർക്ക് കൊണ്ട് കൊടുത്തിരിക്കുന്നത് ഒരമ്മയുടെ സാമീപ്യമാണ്. അവരനുഭവിച്ച് സന്തോഷിക്കുന്നതും ആ സാമീപ്യമാണ്. അവിടെ നിന്ന് ഞാൻ എങ്ങനെയാ അവരെ പറിച്ചെടുത്തോണ്ട് പോരുക എന്ന് പറഞ്ഞതാ. ഞാൻ ഈ ബാംഗ്ലൂരിൽ വന്നത് വലിയൊരു ഉത്തരവാദിത്വമായിട്ടാണ്. അച്ഛനായിട്ടുണ്ടാക്കിയ ബിസിനസ് തകരാൻ തുടങ്ങിയാണ്. അതിനെ രക്ഷിക്കണം. എന്റെ മനസ്സും ശരീരമൊക്കെ ഇപ്പൊ അവിടെയാണ്. നേരമില്ല എനിക്കൊന്നിനും. അതിനിടയ്ക്കാണ് നീ ഈ പ്രശ്നം കൊണ്ടിട്ടിരിക്കുന്നത്. ഇതിപ്പോ എങ്ങനെ അഴിക്കുന്നേ? അതുകൂടെ ഒന്ന് പറഞ്ഞതാ. സത്യമൊക്കെ നീ ഇപ്പൊ അവരോട് തുറന്നു പറഞ്ഞാൽ കരഞ്ഞ് വിഷമിച്ച് അവർ എന്റെ അടുത്തേക്ക് വരും. പിന്നെ അവരെ സമാധാനിപ്പിക്കാൻ ഞാൻ സമയം കണ്ടെത്തണം. എന്തിനായിരുന്നു ഹേമ ഇതൊക്കെ? എന്ത് പ്രയോജനമാണ് നിനക്ക് ഇതുകൊണ്ടൊക്കെ? കുട്ടികളെ വേദനിപ്പിക്കാൻ എനിക്കാവില്ല. മറ്റാരെങ്കിലും അവരെ വേദനിപ്പിക്കുന്നത് ഞാൻ അനുവദിക്കുകയുമില്ല. കുട്ടികളുടെ അവധി തീരാൻ ഇനി 6 ദിവസമുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് പോകണം കുട്ടികളെ തിരികെ സ്കൂളിൽ വിടാൻ. അതുവരെ ഈ നാടകം നീ തുടരണം. പിന്നെ എപ്പോഴെങ്കിലും ഈ ചതിയുടെ കാര്യം ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലായിക്കൊള്ളാം. ഇത് ഞാൻ നിർബന്ധപൂർവ്വം നിന്നെ ഏൽപ്പിക്കുന്ന ഒരു ഉദ്യോഗമാണ്, ഒരു ശിക്ഷയാണ്. ഭവിഷ്യത്തുകളെ കുറിച്ച് ഞാൻ ഒന്നും ചിന്തിക്കുന്നില്ല. അത് വരുമ്പോ നോക്കാം. എനിക്കൊന്നും മനസ്സിലായില്ല. നിനക്കെല്ലാം മനസ്സിലായി. ശമ്പളമോ പ്രതിഫലമോ എത്ര വേണമെങ്കിലും ചോദിക്കാം. അതായത് 6 ദിവസത്തേക്ക് കുട്ടികളുടെ അമ്മയായി ഞാൻ അഭിനയിക്കണമെന്ന് സാരം. യു ആർ റൈറ്റ്. കുട്ടികളുടെ അമ്മയായ മാത്രം മതിയോ, അതോ നിങ്ങളുടെ ഭാര്യയുമാവണം, കുട്ടികളുടെ മുമ്പിൽ മാത്രം. അല്ലാത്തപ്പോ എനിക്ക് നിന്നെ വേണ്ട ഒന്നിനും. അപ്പൊ നിങ്ങളിവിടെ വരും? ദിവസവും വരും, രാവിലെയും വൈകിട്ടും. ശരി, 6 ദിവസം, അതായത് 9-ാം തീയതി വരെ. Yes. ഓക്കെ, സമ്മതം. പക്ഷേ 2-3 ചിന്ന കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. എന്താ അത്? 1, രാത്രി 8 മണി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇവിടെ നിൽക്കാൻ പാടില്ല. 2, എന്നെ ഒരിക്കലും പ്രലോഭിപ്പിക്കാൻ പാടില്ല. പ്രലോഭിപ്പിക്കാനോ? എന്തിന്? ഒന്നിനും. ഓഹോ, അതുണ്ടാവില്ല. അത്ര വലിയൊരു ഗതികൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. നെക്സ്റ്റ്. എന്നെ കുറിച്ചൊന്നും ചോദിക്കാൻ പാടില്ല, അന്വേഷിക്കാൻ പാടില്ല. കുട്ടികളല്ലാതെ നിങ്ങളുടെ ആൾക്കാരൊന്നും എന്റെ അടുത്ത് വരാൻ പാടില്ല. 9-ാം തീയതി കഴിഞ്ഞാൽ ഞാൻ 9-ാം തീയതി കഴിഞ്ഞാൽ നീ കുട്ടികളെ കുറിച്ച് അന്വേഷിക്കാൻ പാടില്ല, വിളിക്കാൻ പാടില്ല. ഓക്കെ, കറക്റ്റ്. സമ്മതം. എനിക്കും സമ്മതം. എനിക്ക് വലിയ സമ്മതം. എനിക്ക് അതിലേറെ സമ്മതം. ഓക്കെ, ഞാൻ റെഡി. ഓക്കെ, ഞാനും റെഡി.